അല്ലാഹുവിന്റെ റസൂലിനോട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നബി തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്വർഗ്ഗത്തെ കുറിച്ചുകൊണ്ടും കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ കുറിച്ചുകൊണ്ടും ഈ ലോകത്ത് നിന്ന് സർവ്വ വസ്തുക്കളും നശിക്കുന്നതിനെ കുറിച്ചുകൊണ്ടും ഖിയാമത്ത് നാളിനെ കുറിച്ചുകൊണ്ടും റസൂൽ അനുയായികളോട് വാചാലനാവുമ്പോ ഒരു അനുയായി എണീറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ മാ ആയത്തു തുലൂഇ ശംസി യാ ഹബീബല്ലാഹ്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാകുന്ന ദിവസത്തിൽ ആ ദിവസത്തിൽ സൂര്യൻ എത്രത്തോളമാണ് ഉദിക്കുക നബിയേ, സൂര്യൻ എത്രത്തോളം ഉദിക്കും നബിയേ, അതിന്റെ നീളം എത്രയാണ്, അതിന്റെ ദൈർഘ്യം എത്രയാണ്? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തതൂലു തിൽകൽ ലൈലത ഖദറ ലൈലതൈൻ, സൂര്യന്റെ ഉദയത്തെ കുറിച്ച് അതിന്റെ അസ്തമയത്തെ കുറിച്ച് സഹാബാ നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ? ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് അതിന്റെ തലേ ദിവസത്തെ രാവ് 2 രാത്രിയുടെ അളവെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ രാവ് നമുക്ക് ഒറ്റ രാവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഖിയാമത്ത് നാളിന്റെ രാവ് അത് 2 രാത്രിയുടെ ദൈർഘ്യതയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തഖൂലു തിൽകൽ ലൈല ഖദറ ലൈലതൈൻ, സഹാബത്തെ സഹാബത്തെ ഖിയാമത്ത് നാളിന്റെ രാത്രി അതിന്റെ തലേ ദിവസത്തേതാകുന്ന അവസ്ഥ അറിയണ സഹാബാ, 2 രാത്രിയുടെ അളവാണ് അതിനുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 രാത്രി നീളം കൂടും. എതിന് ആ ഖിയാമത്ത് നാളിന്റെ തലേ ദിവസത്തെ രാവ് ആര് പറയുന്നു? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. സൂര്യൻ എവിടെ നിന്ന് ഉദിക്കും? പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അപ്പൊ ആ രാത്രിയുടെ അടയാളം എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ രാത്രി എന്തായിരിക്കും? പടിഞ്ഞാറ് ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നത് രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയെത്തും. 2 രാത്രിയുടെ ദൈർഘ്യതയായിരിക്കും അതിനുണ്ടാവുക, സമയമായിരിക്കും ഉണ്ടാകുക. അപ്പൊ മനസ്സിലായിക്കണം എന്താ സംഭവിച്ചത്? ഖിയാമത്ത് നാളാണ്. ആരും ആത്മഹത്യ ചെയ്യാനൊന്നും ഒരു കണ്ട, അത് മനസ്സിലാക്കിക്കൊള്ളുക, അന്നായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വിപത്തുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, ലാ തദഉ ഫിത്നതാ, ലാ തദഉ ഫിത്നതാ ഖബലൽ ഖിയാമ, ലാ തദഉ ബൈത മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ വീട് പോലും ഉപേക്ഷിക്കാത്ത നിനക്ക് ഒരു ഫിത്ന കടന്നു വരുമേ, ഒരു ഫിത്നയുണ്ടാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമല്ലയോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായ അമേരിക്കയുടെ നേതൃപടവും അലങ്കരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അറിയുമോ സഹോദര? അറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? അറിയുമോ? ഈ ലോകം മുഴുവനും തങ്ങളുടെ കാൽ കീഴിലാക്കി വെച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃപടവും അലങ്കരിച്ചുകൊണ്ട് പ്രസിഡന്റ് പദവിയിലേക്ക് ഇന്നലെ കയറി പറ്റിയ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അറിയണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ നിനക്കുണ്ടാവണേ. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് പറഞ്ഞത്, ഒരു മുസ്ലിമിനെയും ഞാൻ വെറുതെ വിടുകയില്ല. ഒരു മുസ്ലിമിനെ ഞാൻ വെറുതെ വിടൂല. ഒരു മുസ്ലിമിനെ ഞാൻ വെറുതെ വിടൂല. ആരെങ്കിലും അങ്ങനെ പറയൂ? സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ സ്ഥാനമർത്തിക്കുന്ന സമയത്ത് ഒരാളും അങ്ങനെ പറയൂല. കാരണം എന്താ? എല്ലാവരെയും ഇണക്കി നിർത്താനേ ശ്രമിക്കുക. ഒരു മതത്തെയും വിദ്വേഷം പുലർത്തുന്ന ഒരു വർത്തമാനം പറയൂല. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത്, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു വിദേശിയോ ഒരു സ്വദേശിയോ മുസ്ലിമാകുന്ന വ്യക്തികളെയോ ഞാൻ വെച്ച് പുലർത്തുകയില്ല. അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിയാൽ ഒരു മുസ്ലിമാനെ ജീവനോട് ഈ ഭൂമുഖത്ത് ഞാൻ വെച്ചേക്കുകയില്ല എന്ന്, അമേരിക്കയിൽ ജീവനോട് ഞാൻ വെച്ചേക്കുകയില്ല എന്ന് ശക്തിയുക്തം പ്രഖ്യാപിച്ച വ്യക്തി
വ്യക്തിയാണ് ഇന്ന് അമേരിക്കയുടെ ചെങ്കോല് പിടിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ലാ തദൗ ഫിത്നത, ഒരു ഫിത്നയും ഒഴിവാവുകയില്ല, ഒരു ഫിത്നയും ഒഴിവാവുകയില്ല. ഒരു ഫിത്ന ഈ ലോകത്തിന് സമൂലമായി കടന്നു വരുമേ, ഈ ലോകത്തിന്റെ സമസ്ത മേഖലകളിൽ അടിച്ചു വീശുമേ, അത് ഉപേക്ഷിക്കുകയില്ല. ഒരു മുസ്ലിമിന്റെ വീട് പോലും ആ ഫിത്ന കടന്നു വരാതെ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ മുസ്ലിമിന്റെ വീടുകളിലും ആ ഫിത്ന എത്തും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആതിരശിക്കുമാറാവട്ടെ. പ്രവാചകൻ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞതാ ഇതൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ എത്ര അടയാളങ്ങൾ പറഞ്ഞു? വഖിസുമുൻ യദ്ഹറു വയൻഖലി, ഇതുവരെ പ്രകടമാകുന്ന കഴിഞ്ഞു പോകുന്നതാകുന്ന ചില അടയാളങ്ങൾ വരികയും ചെയ്തു പോവുകയും ചെയ്തു. പ്രവാചകന്റെ വരവും പോക്കും പോലെ അള്ളാഹു അടുത്ത ദർജ ഉയർത്തുമാറാവട്ടെ. അടുത്തോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഇവരെയും ഒരുമിപ്പിക്കുമാറാവട്ടെ. വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കടത്തിയിട്ടുമില്ല. അങ്ങനത്തെ അടയാളങ്ങളാണ് ആരെന്ന് പറയുന്നത്? മഹദി ഇമാമും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരൊക്കെ ഇനി വരാനുള്ള അടയാളങ്ങളാണ്. ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കിടന്നിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹലിയായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ അടയാളങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് അടയാളങ്ങൾ, അതിൽ വലിയ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി എണ്ണിയിട്ടുണ്ട്. പലിശ അധികരിക്കുന്നത്, കള്ളുകൂടി അധികരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വ്യഭിചാരം അധികരിക്കുന്നത്, അങ്ങനെ എത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നാവ് കൊണ്ട് പറഞ്ഞു. പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, അവസാനം എത്രത്തോളം എന്നറിയുമോ? വമിൻഹാ നികാഹുർ റജുലി അർറജുല. പ്രവാചകൻ പറയാം, പുരുഷൻ അവന്റെ കൂട്ടത്തിൽപ്പെട്ടതാകുന്ന പുരുഷന്മാരെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലേ, ഇന്നിപ്പോ അങ്ങനെയല്ലേ? ശസ്ത്രക്രിയ നടത്തിയിട്ട് സ്ത്രീകള് പുരുഷന്റെ കോലം കെട്ടുന്നു. അതല്ല, പുരുഷന്മാരെ തന്നെ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാലഘട്ടം പോയില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വമിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഖിയാമത്ത് നാളിന്റെ അടയാളത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. സഹാബത്തേ വമിൻഹാ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് നികാഹുർ റജുലി അർറജുല. പുരുഷൻ അവന്റെ വർഗത്തിൽപ്പെട്ടതാകുന്ന പുരുഷന്മാരെ കൊണ്ട് ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ വനികാഹുൽ മർഅതി അൽ മർഅത. സ്ത്രീകൾ അവരുടെ വർഗത്തിൽപ്പെട്ടതാകുന്ന സ്ത്രീകളെ കൊണ്ട് തന്നെ ലൈംഗിക വീഴ്ചയെടുത്ത് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്യം ഈ കാലഘട്ടത്തിൽ പുലർന്നില്ലയോ? എത്രയെത്ര പുരുഷന്മാരാണ് അവരുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെ അവർ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എത്രയെത്ര സഹോദരിമാരാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന അല്ലെങ്കിൽ അന്യരാകുന്നതാകുന്ന സഹോദരിമാര് തന്റെ ജീവിതത്തിന്റെ സഖിയാക്കി തുണയാക്കിക്കൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനികാഹുൽ മർഅതി അൽ മർഅത. സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തെ കൊണ്ട് തന്നെ അവർ താല്പര്യപ്പെടുന്ന കാലഘട്ടം വന്നാൽ അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും സഹബ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമിൻഹാ
യക്സുറു സിനാ. വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം കടന്നു വരും സഹബ. വ്യഭിചാരം നിങ്ങൾ നോക്കുമ്പോ വഴിയരികൾ പോലും ഇരുന്നുകൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണും സഹബ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, ലാ തഖൂമു സാഅ ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരു കാലഘട്ടം കടന്നു വരും സഹബ, ഒരു കാലഘട്ടം കടന്നു വരും സഹബ. ലാ തൂജദുൽ മർഅതു ഹത്താ തൂജദുൽ മർഅതു ജഹാറൻ നിഹാറാ. പരസ്യമായി പരസ്യ പലകയിലേക്ക്, പരസ്യമായി കമ്പോളങ്ങളിലേക്ക്, പരസ്യമായി നാടുവഴികളിലേക്ക്, പരസ്യമായി ബീച്ച് റോഡുകളിലേക്ക്, പരസ്യമായി പൊതുവഴികൾ വെച്ചുകൊണ്ട് ചുണ്ടുകൾ കടിച്ചു മുറിക്കുകയും ശരീരം വെച്ചുകൊണ്ട് കാട്ടിപ്പുടരുകയും ഉമ്മവെക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. لا توجد المرأة جهارا لا تقوم الساعة حتى توجد المرأة جهارا نهارا. പരസ്യമായ നിലയിൽ നട്ടുച്ചയ്ക്ക് നിന്നുകൊണ്ട് യാതൊരുവിധ മടിയുമില്ലാതെ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ചുംബനം നടത്തുന്ന ആളുകളെ നിങ്ങൾ കാണാതെ, വിഭജിക്കുന്ന ആളുകളെ കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ നമ്മളെ കണ്ടില്ലേ? അത് എറണാകുളത്ത് കണ്ടില്ലേ? അത് കണ്ടോണ്ടിരിക്കുക, അത് കണ്ടോണ്ടിരിക്കണം അല്ലേ? നടന്നില്ലേ? പത്രത്തിലൂടെ നമ്മൾ കണ്ടു അല്ലേ? എങ്ങനെ പറയാം? ദൃശ്യമാധ്യമങ്ങളിലൂടെ, ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞു, ദർശിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു അടയാളം ഇപ്പോൾ നിലമാടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരു മടിയുമില്ല, ഒരു മടിയുമില്ലാത്ത നിലയ്ക്ക് ലജ്ജ എന്ന് പറയുന്ന സംഭവം തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമിഅ. അൽ ഹയാഉ വൽ ഈമാൻ, ലജ്ജയും വിശ്വാസവും എന്ന് പറയുന്നത് ഖുരിനാ ജമിഅ, രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആര് പറയാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ. എന്തൊക്കെ? ലജ്ജയും വിശ്വാസവും. ഇദാ റുഫിയൽ ആഖറു റുഫിഅ, ഇദാ റുഫിഅ ശൈഉ റുഫിയൽ ആഖറു. ആ ലജ്ജയോ വിശ്വാസമോ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായാൽ മറ്റേ വസ്തുവും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുമത്രേ. ലജ്ജ, ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് നഷ്ടപ്പെട്ടു പോകും? വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമിഅ. പഠിക്കേണ്ട ഒരു വാക്യമാണ്, പ്രവാചകന്റെ അധ്യാപനം. വിശ്വാസവും ഈമാൻ ആണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്ന ഈമാനും ലജ്ജ എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന വസ്തുവും രണ്ടും പരസ്പര പൂരകങ്ങളാണ്, രണ്ടും ഒരുമിക്കുന്ന വസ്തുക്കളാണ്. അതിൽ ലജ്ജ ഒരു മനുഷ്യൻ ഉയർത്തപ്പെട്ടാൽ, ലജ്ജ ഇല്ലാതായാൽ ഒരു പെണ്ണിന് ലജ്ജയില്ല. അവളുടെ ഭർത്താവിന്റെ മുന്നിൽ, അവരുടെ നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, സഹോദരങ്ങളുടെ മുന്നിൽ, സഹോദരിമാരുടെ മുന്നിൽ ലജ്ജയില്ല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ലജ്ജയില്ല. പരസ്യമായി നടുകുമ്പോൾ വെച്ചുകൊണ്ട്, കമ്പോളത്തിൽ വെച്ചുകൊണ്ട്, പൊതുനിരത്തിൽ വെച്ചുകൊണ്ട് ചുംബനം കൊടുക്കുകയും ശരീരത്തിന്റെ കാമവൃത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ അവരിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാ. അപ്പോൾ എന്ത് പോയി? വിശ്വാസം പോയി. വിശ്വാസം പോയാൽ അവനെത്തി എവിടെത്തി? നരകത്തിലെത്തി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസം പോയ നരകത്തിലെത്തി. കാരണം വിശ്വാസം പോകുന്നത് എങ്ങനെയാ? അവന്റെ ലജ്ജ ഉയർത്തപ്പെടുന്നതുകൊണ്ടാണ്. ഒരു പെണ്ണ് തലയിൽ തട്ടമിടുന്നില്ല എങ്കിൽ എന്താണ് സംഭവം? ലജ്ജയില്ല, ലജ്ജ പോയി അവളിൽ. ലജ്ജ പോയി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ലജ്ജ പോയി എങ്കിൽ അവളിൽ നിന്ന് പോകും, ഈമാനും പോകും, വിശ്വാസവും പോകും. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, പരിശുദ്ധ റസൂലിനെ കൊണ്ടുള്ള വിശ്വാസം, മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം, പരിശുദ്ധമായ ഖുർആനിനെ കൊണ്ടുള്ള വിശ്വാസം എല്ലാം എടുത്തു. അങ്ങനെ എടുത്തു പോയാലോ അവൾ നരകത്തിലേക്ക് എറിയപ്പെടും. മുഹമ്മദ് റസൂലുള്ളാഹി.
അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ലജ്ജ നമ്മുടെ കാതലാണ്. ഒരു മുഅ്മിനിന് ലജ്ജ വേണം. അതുകൊണ്ടല്ലേ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ പാചകം കഴിക്കാൻ പാടില്ലാത്തതാകുന്ന കായികനികൾ കഴിച്ചതിന്റെ പേരിൽ വസ്ത്രം ഉരിയപ്പെട്ടപ്പോ ആദമും ഹവ്വയും റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും എന്താ ചെയ്തത്? രണ്ടുപേരും വേഗം തന്നെ സ്വർഗ്ഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറിച്ചു. ലജ്ജ വന്നതുകൊണ്ട് വേഗം തന്നെ അവർ നാണം മറിച്ചു. ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഖുർആൻ പറയുന്നത് സ്വർഗ്ഗത്തിലേതാകുന്ന ഇല അവർ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറച്ചു. കാരണം എന്താ? ലജ്ജയാണ്. ലജ്ജ വെളിവാകുക. ലജ്ജ വെളിവായി ഈമാൻ അവർക്ക്. അല്ലാഹു ആ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിന്റെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയായി വയക്സുറു സിന എന്തധികരിക്കും? വ്യഭിചാരം അധികരിക്കും. വ്യഭിചാരം അധികരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ حتى إن المرأة ليعشى المرأة. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സഹാബത്തേ എത്രത്തോളം അറിയുമോ വ്യഭിചാരം അധികരിച്ചിട്ട് ആ വ്യഭിചാരത്തിലൂടെ കുട്ടികൾ അധികരിക്കും സഹാബ. വ്യഭിചാരത്തിലൂടെ സന്തതികൾ അധികരിക്കും സഹാബ. അവരെ റോഡരികൾ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന കാലഘട്ടം നിങ്ങൾ കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വയക്സുറു ഔലാദു സിനാ. വിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ അധികരിക്കും സഹാബ. ഹത്താ ഇന്നൽ മർഅ ലയശൽ മർഅ. ഒരു പുരുഷൻ അവൻ സ്ത്രീയുമായി പരസ്യമായിട്ട് നടു റോഡിൽ വെച്ചുകൊണ്ട് വലിയരികൾ വെച്ചുകൊണ്ട് അവരതാ വേഴ്ച നടത്തുന്നത് ജനങ്ങൾ കാണുമ്പോ അവരോട് പറയുമത്രേ, ലൗ യഅ്തസൽതുമാ അനിത്തരീഖ്. ഈ വഴിയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് പരസ്യമായി ജനങ്ങൾ ചോദിക്കുന്ന കാലഘട്ടം കടന്നു വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്യമായിട്ട് നടു റോഡിൽ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾ തന്നെ പറയും, എന്റെ ഹമുക്ക നീ ഒന്ന് മാറി നിന്നിട്ട് ഓടിക്കടന്നിട്ടാണ് എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ ഒരു കാലഘട്ടം വരും. ആര് പറയാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതിപ്പോ ചുംബന സമരത്തിലൂടെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ എതിർത്തില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്തുകൂടെ എന്ന് പറഞ്ഞില്ലേ? ജനങ്ങൾ പറഞ്ഞില്ലേ? പരസ്യമായിട്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് വീട്ടിൽ പോയി ചെയ്തുകൂടെ? എതിർത്തില്ലേ? എതിർത്തു. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. ആ ഈമാൻ നമുക്ക് ഉണ്ടാവണം. അല്ലാതെ നടക്കട്ടെ നമുക്ക് പോയി കാണാലോ എന്ന് പറയുന്ന ഈമാനാകരുത്. നടക്കട്ടെ, അതൊക്കെ വേണോന്ന്. റോഡരികൾ വ്യഭിചരിച്ചിട്ട് അവരോട് പോയിട്ടൊന്ന് മാറിക്കടന്ന് ചെയ്യാൻ പറയുന്ന ഒരു കാലഘട്ടം വരെ അത് കൊള്ളാമല്ലോ. അങ്ങനെയാണ് പഠിച്ചവനെ ആ കാലഘട്ടം വരെ കഴിയാതെ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ നീ സത്യത്തിൽ ദ്വാരക്കുന്ന ആളുകളുണ്ട്. അവന്ന് കണ്ടിട്ട് മരിച്ചാൽ എന്ന് പറഞ്ഞ് ദ്വാരക്കുന്ന ഉണ്ട്. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു കാലഘട്ടം വന്നാൽ ശിറാറുൽ ഖൽഖാണ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യഭിചാരത്തെ എത്രത്തോളം ദൂഷ്യമായി പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, നിങ്ങൾ അന്യ പെണ്ണിലേക്ക് നോക്കുക പോലും അരുതേ. നോട്ടം അതെന്താണ്? ഹറാമാണ്. അന്യ പെണ്ണിലേക്കുള്ള ഒരു നോട്ടം അത് ഹറാം. അന്യ പെണ്ണിലേക്കുള്ള നോട്ടം എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അന്യ പെണ്ണിന്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് അനുയായികളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു അത്രേ, സഹാബത്തേ ഇയ്യാകും വൽ ഹവ്വാ. നീ നിന്നെ സൂക്ഷിക്കണേ. അന്യ പെണ്ണുമായിട്ടുള്ളതാകുന്ന സങ്കല്പങ്ങളെ, അവളുമായിട്ടുള്ള സങ്കലങ്ങളെ, അവളുമായിട്ടുള്ള കൂടിച്ചേരലുകളെ, അവളുമായിട്ടുള്ളതാകുന്ന സങ്കല്പങ്ങളെ നീ പരിപൂർണമായി ഒഴിവാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ റസൂലുള്ളാഹിയോട് അനുയായികൾ ചോദിച്ചു അത്രേ, അഫറഅയ്തൽ ഹമ്മ യാ റസൂലല്ലാഹ്. നബിയേ അവിടുത്തോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഹംബ് നബിയേ? അവിടുന്ന് പറഞ്ഞു തരണം നബിയേ. അവിടെ
അവിടുന്ന് പറഞ്ഞു അള്ളാന്റെ റസൂല് നിങ്ങൾ നിശ്ചയമായി നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം, അന്യ പെണ്ണുമായിട്ടുള്ള കൂടിക്കലിനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഹംബിനെ സൂക്ഷിക്കണം. എന്താ ഹംബ്? قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംബ് എന്താണെന്ന് വിശദീകരിക്കുകയാ. ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രിയപ്പെട്ടതാകുന്ന ജ്യേഷ്ഠന്റെ ഭാര്യയോ അനുജന്റെ ഭാര്യയോ അവരാണ് ഹംബ്. അവരെ പോലെ കാണരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇയ്യാകും വൽ ഹംവാ. എത്രയോ കുടുംബ ജീവിതങ്ങളാണ് തകർന്നത്, എത്രയോ ദാമ്പത്യ ജീവിതങ്ങളാണ് തകർന്നത്. ഭർത്താവ് പ്രവാസ രോഗത്താണ്, പാവപ്പെട്ട സഹോദരനാണ്, 2-3 കൊല്ലമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ആ സ്ത്രീയത അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അനുജനുമായിട്ടോ ജ്യേഷ്ഠനുമായിട്ടോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണും സഹാബ. അത് ഖിയാമത്ത് നാളായിരിക്കും. അവർ ലൈംഗികമാകുന്ന വീഴ്ച നടത്തുന്ന കാലഘട്ടം നിങ്ങൾ കാണും സഹാബ. അന്ന് ഖിയാമത്ത് നാളായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നു ഇയ്യാകും വൽ ഹംവാ അൽ ഹംവൽ മൗത്ത് അൽ ഹംവൽ മൗത്ത്. മരണത്തിന് തുല്യമാണ് ഒരു പെണ്ണ് അവരുടെ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനുമായിട്ടോ ഒരുമിച്ചിരുന്നു കൊണ്ട് യാത്ര ചെയ്യൽ, അഥവാ ഒരു സ്കൂട്ടറിൽ ഒട്ടിരുമിരുന്നു കൊണ്ട് യാത്ര ചെയ്യൽ, അത് മരണത്തിന് തുല്യമാ. പരസ്പരം നിങ്ങൾ ജോഡികളാകരുതേ. അത് ഈ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അരാജകത്വമാണ്. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് കുടുംബങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ വിള്ളലേൽക്കുന്ന കാര്യമാണ്. അറിയണേ, പഠിക്കണേ മുസ്ലിമേ. ഇത് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടാതെ കടന്നു വന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അധ്യാപനമാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെതാകുന്ന അനുജനെയോ ജ്യേഷ്ഠനോ ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വാഹനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരുമായി ഒരു റൂമിൽ നിങ്ങൾ താമസിക്കരുതേ. എത്രയോ ചെറുപ്പക്കാരാണ് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, അവളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബൈക്കിൽ 2 പേരും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നുള്ള യാത്രയാണ്. നാട്ടുകാര് പലരും പറയട്ടെ, ഞങ്ങളൊരു കുടുംബമല്ലേ എന്ന് വാദിക്കുന്നവരെ ഹറാമാണ്, ഹറാമാണ്. ഇയ്യാകും വൽ ഹംവാ ഇയ്യാകും വൽ ഹംവാ. സൂക്ഷിക്കണേ സഹാബ, സൂക്ഷിക്കണേ സഹാബ. നിങ്ങളുടെ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ആയിട്ടുള്ള യാത്രകൾ സൂക്ഷിക്കണേ. അവരുമായി തനിക്കലിനെ സൂക്ഷിക്കണേ. പിശാചവർക്കിടയിൽ കടന്നു വരുമേ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അത്രിശിക്കുമാറാവട്ടെ. ഇതൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ റിയലായിട്ട് നടക്കുന്ന സംഭവം. അറിയാതെ ചെയ്തു പോകുന്നതാണ്. അറിയില്ലായിരുന്നു ഉസ്താദേ, അത് അറിയില്ലായിരുന്നു. അതിന് പാപമോചനം തേടണം. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാവട്ടെ. അറിവില്ലാത്തവർക്ക് തൗബയാണ്. അല്ലാഹു ഈ സദസ്സിലൂടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അങ്ങനെയൊക്കെ യാത്ര ചെയ്തു പോയിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ വീട്ടിൽ അങ്ങനെയൊക്കെ ഒറ്റയ്ക്കായിട്ടുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കാകുന്നത് പോലെയല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്കാവുക വളരെ ഗൗരവമുള്ള കാര്യമാണ്. വീട്ടിൽ മനഃപൂർവ്വം ഒറ്റയ്ക്കാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പോയതുകൊണ്ട് മറ്റൊരു റൂമിലായതുകൊണ്ട് പ്രശ്നമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണലൊഴിവാക്കിക്കൊണ്ടായിരിക്കണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. കാരണം പിശാച് എവിടെയാ കടന്നു വരിക എന്ന് പറയാൻ പറ്റൂല. ഫഇന്ന ശൈതാന യജ്രി മജ്റത മിൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിശാച് നിങ്ങളുടെ രക്തത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കുമോ അവിടെയൊക്കെ പിശാച് കടന്നു വരും. മുഹമ്മദ് റസൂലുള്ളാഹി. ഉസ്താദേ, ജ്യേഷ്ഠന്റെ ഭാര്യ നമ്മൾ നോക്കൂല. അങ്ങനെ നിനക്ക് തനിച്ച് കിട്ടിയാൽ നിന്നെ പിശാച് വലയം വെക്കും. ഈ ഒരു വശം നിന്റെ മനസ്സ് അങ്ങനെ പോയില്ലെങ്കിലും പിശാച് അങ്ങനെ കൊണ്ടുപോകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആര് പറയാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ. റസൂലുള്ള പറഞ്ഞു തരാത്തത് വസ്തുത ഇവിടെ എല്ലാ കാര്യവും വിശദീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് നിൽക്കുമ്പോൾ, സഫിയ ബീവിയായിട്ട് നിൽക്കുമ്പോൾ 2 അനുയായികൾ അതിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിട്ടാ സംസാരിക്കുന്നത് എന്ന് അവരിങ്ങനെ നോക്കി. ആളെ മനസ്സിലായില്ല. ആ സഫിയ ബീവി സംസാരം കഴിഞ്ഞ് മറയിലൂടെ ഇരുട്ടിന്റെ മറവിലൂടെ അങ്ങനെ നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ വിളിച്ചു, ഇവിടെ വാ, ഇവിടെ വരാൻ പറഞ്ഞു. ഇവർ 2 പേരും പതുക്കെ നടന്നു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ആ പോയത് എന്റെ ഭാര്യ സഫിയാണ് കേട്ടോ. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി.
ഈ സ്വഹാബത്ത് വല്ലാതെ പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഞങ്ങൾ തെറ്റിദ്ധരിക്കും, ഒരിക്കലും ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല, തെറ്റിദ്ധരിക്കൂല. ഏതാ ആള് ഏതാ പെണ്ണെന്ന് പോലും അറിയൂല. നമ്മളാണെങ്കിൽ മൂലയാറോട് ഒരു പെണ്ണിനെ കണ്ട് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വാട്സാപ്പ് ഫേസ്ബുക്ക് ഞാൻ പറയാണ് നമ്മുടെ അവസ്ഥ പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തു. പ്രവാചകന്റെ അധ്യാപനം. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, സംശയം തീർത്തു കൊടുക്കാതെ ആ പോകുന്നത് ആരാണ്? എന്റെ ഭാര്യ സഫിയയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. സഹാബത്ത് പറഞ്ഞു, നബി അവിടുത്തെ ഞങ്ങൾ തെറ്റിദ്ധരിക്കും, ഒരിക്കലും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷേ പിശാച് രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് പോയതിനു ശേഷം പിശാച് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിപ്പിക്കും, ആരായിരിക്കും നബിയുടെ കൂടെ കണ്ട പെണ്ണ് എന്ന് തോന്നിയാൽ അത് തെറ്റിദ്ധാരണ മനസ്സിൽ കിടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ സംശയം തീർത്തതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോളെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴല് പോലും ഉണ്ടാവാൻ പാടില്ല. വളരെ സസൂക്ഷ്മമായിരിക്കണം. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്യ പെണ്ണിനെ നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സഹാബ മൻ മലഅനഹു മൻ മലഅനഹു ബിൽ ഹറാം عينه بمسامير من نار. ഈ ദുനിയാവാകും 60-70 വയസ്സുള്ള കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് ഹറാം കാണുന്നവരെ, സിനിമ കാണുന്നവരെ, സീരിയൽ കണ്ട് രസിക്കുന്നവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നത് വരെ പാതിരാത്രി സമയം വരെ സീരിയൽ കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ഉമ്മ, വാട്സാപ്പിന്റെ ലോകത്ത് ഫേസ്ബുക്കിന്റെ മുഖത്ത് മുഖം ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, പാതിരാത്രി സമയം കഴിഞ്ഞാലും ഇന്ത്യയുടെ ടെസ്റ്റ് കണ്ടുകൊണ്ട് കളിയും കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നതായ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പാതിരാത്രി സമയങ്ങളിൽ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കുകയും അശ്ലീലമാകുന്ന സിനിമകൾ കേട്ടുകൊണ്ട് കാതുകളെ മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സഹോദര സഹോദരി, അറിയണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ മലഅനഹു ബിൽ ഹറാം. ആരൊരുവന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ണ് നിറച്ചിട്ടുണ്ടോ, അഥവാ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്ത് യാസീൻ ഓതാതെ, ഇദാ വഖഅതി ഓതാതെ, തബാറക സൂറത്ത് ഓതാതെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മാറ്റി വെച്ചുകൊണ്ട് സീരിയലിന്റെ ലോകത്തേക്ക് സമയത്തെ തിരിച്ചുവിട്ട പെങ്ങളെ, ഇശാ കഴിഞ്ഞിട്ട് കടന്നു വരുന്നതാകുന്ന ചെറുപ്പക്കാര്, സിനിമയുടെ ലോകത്തേക്ക് കണ്ണുകളെ തിരിച്ചുവിട്ടവരെ, പാതിരാത്രി സമയത്ത് നക്ഷത്രവന്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജിയോ സിമ്മിലൂടെ 4G കണക്ട് ചെയ്തുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമകള്, സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ കണ്ണിൽ അല്ലാഹു നിറയ്ക്കുമത്രേ. നാളെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൽ വെച്ച് പഴിപ്പിച്ചെടുത്തതാകുന്ന ആണി കൊണ്ട് സുറമയുടെ നിന്റെ കണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചവന് നാളെ ആഖിറത്തിൽ അല്ലാഹു കണ്ണില്ലതാ കത്തിച്ചൊരിക്കുന്നതാകുന്ന ആണി കൊണ്ട് സുറുമയിട്ട് കൊടുക്കുമത്രേ. അല അല്ലാഹു ഐനഹു ബിമസാമീരി മിൻ നാർ. നരകത്തിലെ തീജ്വാല കൊണ്ട് അവന്റെ കണ്ണ് നിറച്ചു കൊടുക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരവസരം ചിന്തിച്ചു നോക്കി, ഈ ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് നടന്നത് ഒരു പെണ്ണിലേക്ക് നോക്കാൻ പോലും പാടില്ല. അന്യ പെണ്ണിലേക്ക് നിനക്ക് നോക്കാനല്ലേ നിന്റെ ഭാര്യയുള്ളത്, നല്ലതുപോലെ നോക്കണം. കണ്ടു മടുക്കുമ്പോഴത്തേക്ക് നീ നോക്കിയാ എന്ന് പറഞ്ഞാൽ മറ്റു പെണ്ണുങ്ങളെയല്ല വലത്തോട്ടും എടുത്തോട്ടും അല്ലേ. ഒരു ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ എന്താ, അടുത്ത വീട്ടിലെ അടുക്കളയിൽ പോയി നിന്നിട്ട് അങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ ജനലിൽ കൂടെ, അവരുടെ ജനലിൽ കൂടെ നമ്മുടെ ഭാര്യയെ നോക്കുമ്പോൾ അത് കൊള്ളാമല്ലോ, നല്ല സൗന്ദര്യമുള്ള, സൗന്ദര്യം കുറഞ്ഞു എന്ന് തോന്നും. അങ്ങനെ അല്ലാഹു സ്നേഹബന്ധം നിലനിർത്തി തരുമാറാം. അപ്പോഴേ തോന്നുള്ളൂ, നമ്മുടെ അയൽവക്കത്തോട്ട് നോക്കുമ്പോ അവിടെ നല്ല സൗന്ദര്യമുള്ളൂ, നമ്മുടെ ഒന്നും സൗന്ദര്യമില്ല എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്ത് ഇങ്ങോട്ട് നോക്കും. അപ്പൊ നിനക്ക് നല്ല സൗന്ദര്യമുള്ളതായിട്ടുള്ളതായിട്ട്
അള്ളാഹു ആ സൗന്ദര്യം നിലനിർത്തി തരുമാറാവട്ടെ. ഇതൊരു ബന്ധമാണ് സഹോദരങ്ങളെ, ഇതൊരു ദുഷ്ടമാകുന്ന കരാറാണ്. ഈ ഒരു കരാറിന് ഈ ഒരു നിശ്ചയം ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഒരിക്കലും തന്നെ ഇല്ലാതാക്കാൻ പാടില്ല. ഇന്നിപ്പോ ലേറ്റസ്റ്റ് ചർച്ച മുത്തലാഖൊക്കെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യൂട്യൂബിലൊക്കെ ഉണ്ട് അതിന്റെ പ്രഭാഷണം, നിങ്ങളത് കേട്ട് മനസ്സിലായിക്കോളൂ. അതുമായി പറഞ്ഞത് ഞാൻ എന്റെ ജുമാ പ്രഭാഷണത്തിലൊക്കെ അതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, പിന്നീട് നമുക്ക് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരും. അതൊരു വിഷയം മനസ്സിലാക്കേണ്ട വിഷയമാണ് അല്ലേ? പാവപ്പെട്ട സഹോദരിമാരെ ത്വലാഖ് ചെല്ലുന്നു മുസ്ലിം സഹോദരങ്ങൾ. ഇവിടെ ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി റിപ്പോർട്ട് കണക്കാക്കി ആ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പോലും മുസ്ലിം സമുദായത്തിലെ ഗണ്യമാകുന്ന കുറവാണ് രേഖപ്പെടുത്തിയത്. മലപ്പുറം ജില്ല മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ഏറ്റവും ഗണ്യമാകുന്ന കുറവാണുള്ളത്. മുസ്ലിമീങ്ങളെ ടോട്ടൽ എടുത്തു നോക്കി തലാഖിന്റെ വിഷയത്തിൽ ഏറ്റവും കുറവാർക്കാ? മുസ്ലിമീങ്ങളെ മറ്റു മതസ്ഥരെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും എടുത്തു നോക്ക്. പിന്നെ ത്വലാഖിലേക്ക് എത്തിപ്പെടുന്നതാകുന്ന സാഹചര്യങ്ങൾ സ്ത്രീകൾ ഉണ്ടാക്കുമ്പോ അവിടെ ത്വലാഖുകൾ ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ സ്വഭാവം വളരെ ദൂഷ്യമായിരിക്കുക, സജ്ജന സ്ത്രീകളിൽ പെടാത്ത സഹോദരിയായിരിക്കുക, ഭർത്താവിന് അവൾക്ക് കൊടുക്കേണ്ടതാകുന്ന ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതകൾ, ആ പെണ്ണിന് കൊടുക്കേണ്ട നിറവേറ്റേണ്ട ബാധ്യതകൾ ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം രോഗാതുരമാകുന്ന അവസ്ഥയിലെത്തുക. കാരണം എന്താ, ആ പെണ്ണിന് നല്ലൊരു ജീവിതം വേണ്ട, അവളെ ഒഴിവാക്കി കൊടുക്കേണ്ടി വരും. ഇത് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്. പെണ്ണിന് ഒരിക്കലും ബുദ്ധിമുട്ടിക്കലല്ല. ഏതുമായിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ത്വലാഖ് ചെല്ലാൻ വേണ്ടിയല്ല നിന്റെ ഭാര്യ നിന്റെ കയ്യിലേക്ക് ആ പെണ്ണിന്റെ ഭർത്താവ് വാപ്പ പിടിച്ച് നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ബന്ധം ബലിഷ്ഠമാകുന്ന കരാറാണ്, അള്ളാഹുവിനോട് ചെയ്ത കരാറാണ്. നല്ല നിലയിൽ അവളുമായി നീ പെരുമാറി ഈ ദുന്യാവിൽ മാത്രമല്ല ആഖിറത്തിലും അവൾ നിനക്ക് സ്വർഗത്തിലും ഭാര്യയായി കിട്ടണമെന്നാണ് നീ ആശിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. നമ്മൾ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ ദുന്യാവിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ആഖിറത്തിലൊരു ജീവിതമുണ്ട്, പാരത്രിക ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ സ്വർഗത്തിൽ നമുക്ക് ഹൂറുലിങ്ങളോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സഖിയാക്കി തുണയാക്കി കിട്ടണം. ആരെ? നമ്മുടെ ഭാര്യമാരെ എന്ന് ആഗ്രഹിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. മറ്റൊരു മതത്തിലും അങ്ങനെയില്ല. നമുക്ക് പാരത്രിക ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട്, ഖബറിനെ കുറിച്ച് വിശ്വാസമുണ്ട്, മഹ്ശറിനെ കുറിച്ച് വിശ്വാസമുണ്ട്, സ്വർഗ നരകങ്ങളെ കുറിച്ച് വിശ്വാസമുണ്ട്. സ്വർഗത്തിൽ ഒരുമിക്കുമ്പോ ഈ ദുനിയാവിൽ എന്റെ ഭാര്യ അവിടെ തന്നെ എനിക്ക് കിട്ടണം, ജീവിത സഖിയാക്കി തുണയാക്കി കിട്ടണമെന്ന് ആശിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരാളും ഈ ദുനിയാവിൽ തലാഖ് തന്നെ വേർപെടുത്താൻ കഴിയൂല. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. എന്താ നിങ്ങൾക്ക് ഒരു ആമീൻ പറയാൻ ഒരു മടി? അതെ, ഈ ദുനിയാവിൽ തന്നെ സഹിച്ച പോലെ ഇനി ആഖിറത്തിൽ ഇതിനെ വേണമെന്നാണ്. അങ്ങനെയാണോ? അല്ലാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വഭാവമൊക്കെ നന്നാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല ഖബൂലിയത്തുള്ള സ്ത്രീകളിൽ നമ്മുടെ സഹോദരിമാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ഭാര്യമാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവർ തൊട്ടപ്പുറത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒച്ചത്തെ ആമീൻ പറയില്ല കേൾക്കാല്ലേ? സ്വർഗത്തിൽ നമുക്ക് ഒരുമിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ ലോകം മുഴുവനും അവസാനിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 ഊത്തിലൂടെയാണ് ഈ ലോകം മുഴുവൻ അവസാനിക്കുക. 3 ഊത്തിലൂടെ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അസ്തമിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എല്ലാ വസ്തുക്കളും അസ്തമിക്കും. അതിൽ 1-2 ഊത്തിനെ കുറിച്ചും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നംലിലൂടെയും സൂറത്തു സുമറിലൂടെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ ഊത്ത് സൂറത്തുൻ നംല്, രണ്ടാമത്തെയും മൂന്നാമത്തെ ഊത്ത് സൂറത്തു സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ആ ഊത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഊത്തോടുകൂടി പിന്നെ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. തൗബയുടെ വാതിലങ്ങ് അടയുകയാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത കള്ളുകുടിക്കൽ, ദുനിയാവിൽ നമ്മൾ അനുഷ്ഠിച്ചതാകുന്ന ഹറാമാകുന്ന നോട്ടം, ഹറാമാകുന്ന പ്രവൃത്തികൾ എല്ലാത്തിനെ കൊണ്ടും നമ്മൾ തൗബ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പാരത്രിക ജീവിതം സന്തോഷകരമാകൂ. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. 2 അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം. മുഹമ്മദ് റസൂലുള്ളാഹി
قال رسول الله صلى الله عليه وسلم لا يقبل الله توبة عبد بساعتين. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സ്വഹാബാ സഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയെ സ്വീകരിക്കില്ല സഹാബാ, തൗബയെ സ്വീകരിക്കില്ല സഹാബാ. രണ്ട് അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്താലല്ലാതെ അല്ലാഹു തൗബയെ സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. يوم يأتي آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ സ്വഹാബ. അതിലൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പാണ്, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുന്നതിന് മുമ്പാണ്. يوم يأتي آيات ربك لا ينفع نفسا إيمانها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന കാലഘട്ടം കടന്നു വരുമ്പോ അന്ന് ഖിയാമത്ത് നാളായിരിക്കും. ആ സമയത്ത് നീ ചെയ്തു പോയതാകുന്ന തെറ്റുകളെ കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല സഹോദരാ. നീ ചെയ്തതാകുന്ന തെറ്റുകളെ കുറിച്ച് ജീവിതത്തിൽ കല്ലുകുടിച്ചവനാണ്, നീ വിഭജിച്ച് കണ്ണുകൊണ്ട് വ്യഭിചരിച്ചവനാണ്, നീ കണ്ണുകൊണ്ട് ഹറാമാകുന്ന സിനിമകൾ കണ്ടവനാണ്. പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഹറാമ കണ്ണുകൊണ്ട് കണ്ടതാകുന്ന മനുഷ്യനാണ് നീ. അതെല്ലാം വെച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നീ ആ സമയത്ത് വിചാരിച്ചാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, അവന്റെ ഈമാനിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല, അവന്റെ വിശ്വാസം പ്രയോജനപ്രദമാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനു മുമ്പ് തൗബ ചെയ്യണം? ഖിയാമത്ത് നാളിന് മുമ്പ് തൗബ ചെയ്യണം. മറ്റൊന്ന്, രണ്ടാമത്തെ അവസ്ഥ അവന്റെ സക്കറാത്തിന്റെ ഹാലെത്തുന്നതിന് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആർക്കാണ് തൗബയുള്ളത്, ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഈ ലോകത്ത് തെറ്റ് ചെയ്തതാകുന്ന മനുഷ്യർ ആരും തന്നെയില്ല, തെറ്റ് ചെയ്യാത്തതാകുന്ന ഒരു വ്യക്തികളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, കുല്ലുബിനി ആദമ ഖത്താ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്തവരാണ്, പാപികളാണ്, ദോഷികളാണ്. തെറ്റ് ചെയ്ത മനുഷ്യ, തെറ്റ് ചെയ്ത സഹോദരി, നിന്റെ തെറ്റ് റബ്ബിലേക്ക് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ, നീ വിജയിച്ചു ഈ ദുനിയാവും ആഖിറം കൊണ്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മരണമെത്തുന്നതിന് മുമ്പ്, സക്കറാത്തിന്റെ ഹാലത്തുന്നതിന് മുമ്പ് റബ്ബിലേക്ക് തൗബ ചെയ്യണേ. ഒരു തെറ്റ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത മനുഷ്യൻ ആ തെറ്റ് ചെയ്ത ഉടനെ തന്നെ അല്ലാഹുവേ, ഞാൻ അറിയാതെ വിചരിച്ചു പോയിട്ടുണ്ട് അല്ലാ, ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട് അല്ലാ, ഞാൻ ലഹരി പദാർത്ഥം നുണഞ്ഞിട്ടുണ്ട് അല്ലാ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ എന്റെ ചുണ്ടിന്റെ ഇടയിൽ തിരികിക്കൊണ്ട് നടന്നിട്ടുണ്ട് അല്ലാ, ഹറാമുകൾ ഞാൻ പലവട്ടം ദർശിച്ചിട്ടുണ്ട് അല്ലാ, സിനിമാ ടാക്കീസിലേക്ക് പല രീതിയിലുള്ള സിനിമകൾ കാണാൻ എന്റെ കാലുകൊണ്ട് കടന്ന് ഞാൻ ചെന്നിട്ടുണ്ട് റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. എന്റെ പാവപ്പെട്ട ഭാര്യയെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട് റബ്ബേ, എന്റെ
പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട് അല്ലാ. ആ ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരെത്തി എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാപുറത്ത് കയറിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ കറങ്ങി നടന്നുറപ്പേ ലുലു മാളില് ഞാൻ എന്റെ രാമുകളെ തനിച്ചാക്കിയല്ല. എത്രയെത്ര തിയേറ്ററുകളാണ്, എത്രയെത്ര സിനിമകളാണ്, എത്രയെത്ര മോശപ്പെട്ട ബീച്ച് റോഡുകളാണ് ഞാൻ എന്റെ സമയങ്ങളെ കൊണ്ടുപോയത് റബ്ബേ. എനിക്ക് നീ പുറത്തു തരണയല്ല എന്ന് ആരൊരുവന് പുറക്കരുണ തേടുന്നു. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു വദൂദാണ്, അല്ലാഹു ഹലീമാണ്. അല്ലാഹുവിനെ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ വലൈസതി തൗബതു ലില്ലദീന യഅമലൂന വലൈസതി തൗബതു ലില്ലദീന യഅമലൂന തൗബ ചെയ്യാതെ തെറ്റുകൾ നിരതനാകുന്ന സഹോദര, കള്ളുകുടിയുമായി നിന്റെ ജീവിതം നീ കൊണ്ടു നടക്കുമ്പോ, സിനിമയുമായി നിന്റെ ജീവിതം കൊണ്ടു നടക്കുമ്പോ, ഹറാമാകുന്ന പ്രവർത്തനങ്ങളുമായി നിന്റെ സമയത്തെ നീ ചെലവഴിക്കുമ്പോ, ലോട്ടറി എടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് നിന്റെ സമ്പത്ത് കൊഴുത്തുകൂട്ടി നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിന്റെ മക്കളെ നീ കൊഴിപ്പിക്കുമ്പോ, 10 ലക്ഷം കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട്, പലിശ കൊണ്ട് നിന്റെ പാവപ്പെട്ട ഭാര്യയെ, നിന്റെ പാവപ്പെട്ട വൃദ്ധരാകുന്ന മാതാപിതാക്കളെ, നിന്റെ പ്രിയപ്പെട്ട കൊച്ചു പൈതങ്ങളെ ഭക്ഷണം നൽകിക്കൊണ്ട് ഹറാമ് തീറ്റിക്കുന്ന സഹോദര, നീ തൗബ ചെയ്യാതെയാണ് ഈ ലോകത്തിൽ നിന്ന് നീ മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. മരിക്കുമ്പോ നിനക്ക് വല്ലാത്ത പ്രയാസകരമായിരിക്കും. ആരുടെ മണ്ണിന്റെ ഇരുട്ടതയാകുന്ന ഖബർ നിനക്ക് വല്ലാത്ത പ്രയാസകരമായിരിക്കും അത്രേ. വലൈസതി തൗബതു ലില്ലദീന യഅമലൂന ദുനിയാവിൽ തെറ്റുമായ കർമ്മനിരതരാകുന്ന ആളുകളല്ലയോ, അവസാനം അവർ തൗബ ചെയ്യുകയാണ്. ഹത്താ ഇദാ ജാ അഹദകുൽ മൗത്ത്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അവന്റെ സമയമെത്തുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവന്റെ കൂട്ടാളികളും കടന്നു വന്നുകൊണ്ട് അവന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുമ്പോ അവൻ റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാ, എന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വിടണേ അല്ലാ. ഞാൻ നന്മ ചെയ്തുവല്ല, ഞാൻ സുഹൃതം അനുഷ്ഠിച്ചുവല്ല, ഞാൻ പാപങ്ങളെ സഹായിച്ചുവല്ല, ഞാൻ നിരാലംബര കവലംബമാകാം, ഞാൻ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്തുവല്ല, ഞാൻ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി സമ്പത്ത് കൊടുത്തുകൊള്ളാം അല്ലാ, എന്നെ ദുനിയാവിലേക്ക് നീ ഒന്ന് തിരിച്ചു വിടണേ എന്ന് മരിക്കുന്ന സമയത്ത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിന്നെ ദുനിയാവിലേക്ക് അല്ലാഹു മടക്കുകയോ നിന്നെ തൗബ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഏതൊക്കെ അവസ്ഥ? ഒന്ന് സക്കറാത്തുൽ ഹാൽ, തൊണ്ടക്കുഴിയിൽ ആത്മാവത്ത് നിൽക്കുന്നത്. മറ്റൊന്ന് രണ്ടാമത്തെ എന്താ? 500 രൂപ എന്ത് പറയുന്നത്? ഇപ്പോഴും അവിടെ ഇരിക്കാൻ 500 രൂപ നോട്ട് മാറുന്നതിന് മുമ്പ് ഏതാണ് രണ്ടാമത്തേതാ? സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ്. ഈ രണ്ടവസ്ഥയും ഓരോരുത്തരുടെയും എന്താണെന്ന് അറിയാൻ പറ്റുന്നവരൊന്ന് കൈവക്കിക്കേ. അവിടെ ആരണ്ടൊക്കെ കൈവക്ക് അറിയാതെ എന്താണ് അറിയാൻ പറ്റും? ആർക്കെങ്കിലും അറിയാമോ? ഒരാൾക്കും അറിയൂല. ഖിയാമത്ത് നാൾ എന്താണെന്ന് അറിയൂല. പിന്നെ സക്കറാത്തിന്റെ ഹാൽ എന്താണെന്നറിയോ? ഡേറ്റ് എന്നാണെന്ന് അറിയാൻ പറ്റുമോ? ഏത് സമയത്താണെന്നറിയോ? ഈ വഅദ് പൂർത്തീകരിക്കുമെന്ന് എനിക്കുറപ്പുണ്ടോ? കേൾക്കുന്ന ശ്രോതാക്കളാകുന്ന നിങ്ങളിൽ എത്ര പേര് വീട്ടിൽ പോയി കടന്നിട്ട് നേരം വിളിപ്പിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? ഒരാൾക്കും ഉറപ്പിക്കാൻ പറ്റൂല. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എത്രയും പെട്ടെന്ന് തൗബ ചെയ്തോളൂ എന്നാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം.
അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഇഞ്ചിഞ്ചായി വേർപെടുത്തി കൊണ്ടുപോകുന്ന അവസരം ഒരു മുഅ്മിനും അറിയില്ല, ഒരു മുഅ്മിനത്തിനും അറിയില്ല. എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല. തൗബ എത്രയും പെട്ടെന്ന് ചെയ്യണം. തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാ? തൗബയുടെ നിബന്ധനകൾ 4 നിബന്ധനകളാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. 4 നിബന്ധനകൾ ഇതൊക്കെ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. റമദാൻ 27 നമ്മൾ തൗബ ചെയ്ത് ഇറങ്ങിയതാ. നേരെ പോയി തിയേറ്ററിൽ സിനിമ ബുക്ക് ചെയ്തു. പെരുന്നാളിലന്ന് പോയി സിനിമയും കണ്ടു റാഹത്തായി. അല്ലേ? അന്ന് 27 രാവിലെ അന്ന് ഉസ്താദ് ചൊല്ലിത്തന്ന തൗബ നമ്മളൊന്ന് ഏറ്റു ചൊല്ലി. അതല്ലാതെ നമ്മൾ പിന്നീട് ചെയ്ത തെറ്റുകളിൽ നിന്ന് നമ്മളൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും തൗബ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. തൗബ നമ്മൾ ചെയ്തിട്ടില്ല. എന്താണ് തൗബ? അത്തൗബത്തു അന്നദം. സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൗബ എന്ന് പറഞ്ഞാൽ ഖേദമുണ്ടാവലാണ്, ദുഃഖമുണ്ടാവലാണ്. തൗബയുടെ നിബന്ധനകൾ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്ര എണ്ണമാണ്? 4 നിബന്ധനകളാണ്. 4 എണ്ണമാണ്. അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഖേദമുണ്ടാവുക. അതാണ് മർമ്മപ്രധാനം. ആദ്യമായിട്ട് ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ടത് എന്താ? നമുക്ക് നല്ല ഖേദമുണ്ടാകണം. അല്ലാഹു ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഖേദം. ആ ഖേദമുണ്ടായാൽ തന്നെ നീ വിജയിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് മനുഷ്യന് ഇല്ലാതെ പോകുന്ന വസ്തുത അതാണ്. ഒരു തെറ്റ് ചെയ്താൽ അതവന് ഖേദമില്ല. ഒരു സിനിമ കണ്ടു, ആ സിനിമ കണ്ടതിന് പേരിൽ അവന് സന്തോഷമല്ലാതെ ഇതുകൊണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഓർത്തിട്ട് അവനെ തെറ്റാണ് ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ട് ഖേദം ഉണ്ടാകുന്ന ഒരു മനസ്ഥിതി നമ്മുടെ മക്കൾക്കുണ്ടോ, നമുക്കുണ്ടോ, നമ്മുടെ സഹോദരിമാർക്കുണ്ടോ? ചിന്തിച്ചു. അതില്ലാതെ വരുന്നത് അപകടമാണ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ, തെറ്റ് ചെയ്യാത്തവരില്ല, തെറ്റ് ചെയ്തവരാണ് നമ്മളൊക്കെ. ആ തെറ്റ് ചെയ്തതാകുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, ഖേദമുണ്ടാകണം. അല്ലാഹു ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇതിന്റെ അല്പം ഒരു കണ്ണുനീരോടുകൂടിയുള്ള ഒരു ഖേദമായിരിക്കണം. ഒരു അഭിനയത്തിന്റെ ഖേദമല്ല, മറിച്ച് യഥാർത്ഥമാകുന്നതിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ഖേദമായിരിക്കണം അവൾ ഉണ്ടാവേണ്ടത്. അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ. اطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. ഏതൊക്കെയാണ് തൗബയുടെ ഘടകങ്ങൾ ഉലമാക്കൾ രേഖപ്പെടുത്തി? ഒന്നാമതായി ഖേദം, രണ്ടാമതായി ഏത് തെറ്റാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് ഒഴിയുക, പരിപൂർണമായി ഒഴിയുക. രണ്ടാമത്തത് കഴിഞ്ഞു, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ പിന്നെ മൂന്നാമത്തത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആ തെറ്റ് ഇനി ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അതാണ് നമുക്കില്ലാതെ പോകുന്ന സംഗതി അതാണ്. നമ്മൾ തെറ്റിൽ നിന്ന് ഖേദിക്കും, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു തൽക്കാലം നിൽക്കും. പക്ഷെ ഇനി ഒരിക്കലും അത് ചെയ്യൂല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യൂല. നമുക്ക് ഖേദമുണ്ട്. അത് മാത്രമല്ല, തൗബയുടെ നിബന്ധനകൾ, ശുറൂത്തുകൾ ഇതൊക്കെ മേളിക്കണം. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖേദം വേണം, അതാണ് ഏറ്റവും അടിസ്ഥാനം. രണ്ടാമതായി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമതായി ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അതല്പം കടുപ്പമുള്ളതാണ്. സൃഷ്ടികളോടുമായി ബന്ധപ്പെട്ട, അതായത് നിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട, നിന്റെ ഭാര്യ, നിന്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, അവരുമായി ബന്ധപ്പെട്ട ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് നീ പൂർത്തീകരിക്കണം. എന്നിട്ട് നിന്റെ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കടബാധ്യതകൾ, കടം വാങ്ങിയിട്ട് അത് കടംതിരിച്ചു കൊടുക്കൂല. ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരുടെ കടം വാങ്ങിച്ചു വെക്കുക. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുക? ഭയങ്കര ദുആയാണ്, അല്ലെ ഭയങ്കരമായ തൗബ ചെയ്യല. അല്ലാഹു സ്വീകരിക്കൂല. ആ ദുആ ആകാശത്തേക്ക് എത്തൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ തൗബയെ സ്വീകരിക്കൂല അല്ലാഹു സുബ്ഹാനഹു വ തആല. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നീ പരിപൂർണമായി പാലിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 രീതിയിലാണ് മനുഷ്യന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എത്ര നിലയ്ക്കാണ്?
ഒന്ന് പറ മനുഷ്യന്മാരെ, മൂന്ന് രീതിക്കാണ് നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുക. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു റഖീബ് അതീദ് അലൈഹിസ്സലാം. റഖീബ് അതീദ് രണ്ട് മലക്കുകൾ മുഖേന നിങ്ങളുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. بسم الله الرحمن الرحيم إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുകയാണ്, നബിയേ അവിടുന്ന് അറിയണേ, മനസ്സിലാക്കണേ, രണ്ട് മലക്കുകളെ അല്ലാഹു മനുഷ്യന്റെ മേൽ അധീനപ്പെടുത്തിയത്രേ. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. മനുഷ്യന്റെ വലതുഭാഗത്ത് റഖീബും മനുഷ്യന്റെ ഇടതുഭാഗത്ത് അതീതെന്ന് രണ്ട് മലക്കുകളെ നാം സ്ഥാനീകരിച്ചു വെച്ച് രണ്ടുപേരെ വരെ നാം നിലനിർത്തിയത്രേ. അയൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യനവന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ച് തീർക്കുന്നതും നാവ് കൊണ്ട് ഉച്ചരിക്കാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതുമല്ല എല്ലാ നന്മ തിന്മകളെയും അവന്റെ വലതുഭാഗത്തുള്ള മലക്കും ഇടതുഭാഗത്തുള്ള മലക്കും കൂടി രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. റഖീബ് അതീദ് രണ്ട് മലക്കുകൾ മുഖേന നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നു. ഇനിയൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അഅ്ലാഉഹു, മനുഷ്യന്റെ അവയവങ്ങൾ അവന്റെ അടയാളങ്ങളെ എഴുതുമത്രേ നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ അവയവങ്ങൾ, കൈ, നമ്മുടെ കാല്, നമ്മുടെ കേൾവി, നമ്മുടെ കാത്, നമ്മുടെ മൂക്ക്, നമ്മുടെ നാക്ക് ഒക്കെ രേഖപ്പെടുത്തി വെക്കും. റഖീബ് അതീദ് മാത്രമല്ല രേഖപ്പെടുത്തുന്നത്. ഇവിടെ പൊളിച്ചു നോക്കിയാൽ മലക്കിനെ കാണാൻ പറ്റും? ഇല്ലല്ലോ. ഈ കൈയും കാലും ഒക്കെ നമ്മുടെ അമലുകളെ രേഖപ്പെടുത്തും. ആര് പറയാ? അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ എന്ന് പറയുന്ന ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയില്ലേ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തുമ്പോൾ മനുഷ്യന്റെ നാവുകൾക്ക് നാം സീൽ വെക്കപ്പെടും, അവന്റെ വായകൾക്ക് സീൽ വെക്കപ്പെടും, അവന്റേതാകുന്ന കൈകാലുകൾ സംസാരിക്കും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തുമ്പോ ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരുടെയും നാവുകളെ, അവരുടെ വായകളെ നാം സീൽ വെക്കപ്പെടുമത്രേ. നാവ്, ഈ നാവ് പോലെയല്ലേ നമ്മുടെ വിരല്. ചിന്തിച്ചു നോക്ക്, നാവിന് സംസാരശേഷി അല്ലാഹു അല്ലേ? ഈ നാവ് കിടന്നിങ്ങനെ ചലിക്കുന്നുണ്ടല്ലേ നമ്മൾ കേൾക്കുന്നത്. ഇതേ സംസാരിച്ച് കഴിക്കാൻ റബ്ബ് കൊടുത്താൽ, അല്ലാഹു കൊടുത്താൽ കൈ സംസാരിക്കൂലേ? മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു പറയുന്നു, ഈ നാവിനുള്ളതാകുന്ന ഭൗതിക ലോകത്തുള്ളതാകുന്ന സംസാര വൈഭവശേഷി ഞാൻ പടച്ച റബ്ബ് അല്ലാഹു പറയുന്നു, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെ ദർബാറിലെത്തുമ്പോ ഈ നാവിന്റെ ശേഷി നാവങ്ങ് സീല് വെക്കപ്പെടും. നാവിന് സംസാരിക്കാൻ പറ്റൂല. കാരണം നാവിലപ്പോ കള്ളം പറഞ്ഞേക്കാം, നാവിനവിടെ സീല് വെക്കപ്പെടും. എന്നിട്ട് എന്ത് സംസാരിക്കും? കൈ സംസാരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കൈ സംസാരിക്കുമത്രേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അറിയാൻ വേണ്ടി കുമ്മന മുസാദി സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തതായ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്നമൻ വദഅ യദഹു അലംറആ لا تحل له بالشهوة.
എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണേ, ദുനിയാവിൽ വെച്ചുകൊണ്ട് സുന്ദരമാകുന്ന ഭക്ഷണങ്ങൾ ഭക്ഷണശാലകൾ പോയി, റെസ്റ്റോറന്റിൽ പോയി, പാതിരാത്രി സമയത്ത് എൻഫീൽഡുമായി കടന്നു ചെന്നിട്ട് ആ റെസ്റ്റോറന്റിന് മുന്നിൽ 350 കാസിക്ക് വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ കയറി സുന്ദരമാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് എൻഫീൽഡിൽ പറപ്പിച്ച് വീട്ടിൽ പോയി കടന്നുറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാര സഹോദരങ്ങളെ, പാതിരാത്രി സമയത്ത് നീ നടത്തുന്ന അശ്ലീലതകൾ എന്തൊക്കെയാണ്, മോശപ്പെട്ട പ്രവണതകൾ എന്തൊക്കെയാണ്. വെള്ളത്തിന്റെ കൂട്ടുകെട്ട് ചെയ്തിട്ട് വല്ലാത്ത ശബ്ദത്തോടുകൂടി നാട്ടിലുള്ള ആളുകളെ മുഴുവനും ഉറക്കപ്പെടുത്തിക്കൊണ്ട് നടന്ന രാവുകളെ കുറിച്ച് ഓർമ്മയിലോ ചെറുപ്പക്കാരാ, എത്രയെത്ര സ്ത്രീകളാണ്, എത്രയെത്ര വൃദ്ധരാണ് ആ ബുദ്ധിമുട്ട് സഹിച്ചത്. നാട്ടിലുള്ളവർക്ക് മുഴുവനും പ്രയാസമായില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, അത്തരത്തിലുള്ള ചെറുപ്പക്കാരാകുന്നതാകുന്ന ആളുകൾ, ഫിസ്ബായിക്കിന്റെ വക്താക്കൾ തന്റെ ശരീരത്തെ സിനിമാ നടന്മാരെ പോലെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നതാകുന്ന സഹോദരങ്ങള്, അവർ ബസ്സിന്റെ കണ്ടക്ടറായിട്ട് ബസ്സിന്റെ കിളിയായിക്കൊണ്ട് നിൽക്കുമ്പോ പാവപ്പെട്ട പെൺകുട്ടികൾ ബസ്സിന്റെ മുന്നിലെ സീറ്റിലേക്ക് അവരതാ ബസ്സിന്റെ സൈഡ് വരാന്തയിലൂടെ അവർ മുന്നോട്ട് കയറുമ്പോ അവരുടെ ശരീരത്തിന്റെ മാംസതളമാകുന്ന ഭാഗങ്ങളിൽ നിന്റെ കൈയൊന്ന് സ്പർശിച്ചാൽ അന്നമൻ വലഅയദഹു അലംറഅ, ഒരു പെണ്ണിനെ അവൻ നോക്കിയില്ല, ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവൻ നോക്കിയില്ല. ആ പെണ്ണിന്റേതാകുന്ന ശരീരത്തിന്റെ ഏതെങ്കിലും മാംസതളമാകുന്ന ഭാഗങ്ങളിൽ അവൻ മനഃപൂർവ്വം കൈകൊണ്ടുവന്ന് വെച്ചാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ കടന്നു വരുമത്രേ. തൃക്കാക്കരയിലുള്ള സഹോദരനാകട്ടെ, മലയപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരനാകട്ടെ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ കടന്നു വരുമത്രേ. എന്തുകൊണ്ടെന്നറിയുമോ? ദുനിയാവിൽ അവൻ തൃക്കാക്കരയിൽ നിന്ന് വടക്കോട്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ അവൻ കിളിയായി നിലകൊണ്ടവനാ. അവൻ ബസ്സിൽ കയറിയപ്പോ അവൻ അതാ പാവപ്പെട്ട സഹോദരിമാരുടെ ശരീരത്തിലേക്ക് മുട്ടിരിമി നിന്നുകൊണ്ട് അവൻ വികാരം ശമിപ്പിച്ചവനാണ്. അവൻ അവളെ ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവത്തിലേക്ക്, വൈകൃതമാകുന്ന സ്വഭാവം അവന്റെ ശരീരത്തിൽ ഊട്ടപ്പെട്ടതിന്റെ പേരിൽ അവനെ രതി നിർവേദം നടത്തിയവനാ. അത്തരത്തിലുള്ള ആളുകളെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ രണ്ട് കൈകളും അവന്റെ പിരടിയിലേക്ക് വെച്ച് കെട്ടുമത്രേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ കടന്നു വരുമ്പോ അവന്റെ രണ്ട് കരങ്ങളും അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് കെട്ടപ്പെട്ടിട്ടുണ്ടാകുമത്രേ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ബസ്സിൽ വെച്ചുകൊണ്ടോ, ബീച്ച് റോഡിൽ വെച്ചുകൊണ്ടോ, പൊതുനിരത്തിൽ വെച്ചുകൊണ്ടോ അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ, അവരുടെ കവിൾത്തടത്തിൽ വേണ്ട അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീ ചുംബിച്ചു പോയിട്ടുണ്ടെങ്കിൽ നരകത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചതാകുന്നതായ കത്രിക കൊണ്ട് അവന്റെ രണ്ട് ചുണ്ടുകളെയും അല്ലാഹു മുറിച്ച് മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗബ ചെയ്യണേ ചെറുപ്പക്കാരേ, തൗബ ചെയ്യണേ സഹോദരാ. നീ ദുനിയാവിൽ എത്രയെത്ര പെണ്ണുമായിട്ടാണ് നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ശാരീരിക വീഴ്ചയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാവപ്പെട്ട പെണ്ണിന്റേതാകുന്ന ഫോട്ടോ അവൾ ചാറ്റ് മുഖേന നിനക്ക് നൽകുമ്പോ അത് മോർഫിംഗ് നടത്തിയിട്ട് അശ്ലീലമാകുന്ന സിനിമകളിലേക്ക് നീ ചേർത്ത് വെച്ചില്ലയോ? ആ സിനിമകൾ കാണിച്ചിട്ട് നിന്റെ ഈ ബോഡി ലോകത്തിന് മുഴുവൻ ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി സമയത്ത് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സഹോദരിയെ കൊണ്ടുവന്ന് പറമ്പത്തും പാടത്തും കൊണ്ടുവന്ന് അവരുടെ ശരീരത്തെ നശിപ്പിച്ചില്ലയോ? നീ ഒരു ചുംബനമാണ് കൊടുത്തതെങ്കിൽ പോലും നരകത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ച കത്രി കൊണ്ട് നിന്റെ രണ്ട് ചുണ്ടുകളെ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ കൊണ്ട് നിന്റെ ചുണ്ടിനെ മുറിച്ചു മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവളുമായിട്ടെങ്ങാനും നീ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ തശ്ഹദു അദമു ഫഖദിഹിൽ യുസ്റാ
നിന്റെ ഇടതുകാലിന്റെ തുടയൽ അള്ളാന്റെ ദർബാറിലെത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിന്നുകൊണ്ട് പറയുമത്രേ. നിന്റെ ഇടതുകാലിന്റെ തുടയൽ റബ്ബിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാ ഞാൻ സാക്ഷിയാണ് റബ്ബേ, ഇന്നാലിന്ന പെണ്ണിനെ, ഇന്ന മഹല്ലത്തിലുള്ള സഹോദരിയെ, ഇന്ന നാട്ടിലുള്ള പെണ്ണിനെ ബാംഗ്ലൂർ വരെ പഠിക്കാൻ പോയപ്പോ, ബാംഗ്ലൂരിലേക്ക് ഇവൻ വണ്ടി കയറിയപ്പോ ആ പെണ്ണുമായിട്ട് ഇവൻ തൊട്ടൊരുമി നിന്നു. അല്ലാ ഞാൻ സാക്ഷിയാണെന്ന് നിന്റെ ഇടതുകാലിന്റെ തുടയല് നിനക്കെതിരായി സാക്ഷി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞത്, അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചതാകുന്ന സർവ്വ നന്മകളും, നിങ്ങൾ പ്രവർത്തിച്ചതാകുന്ന സന്മതിന്മകളും അല്ലാഹുവിന്റെ ദർബാറിൽ വിളിച്ചു പറയുക നിങ്ങളുടെ നാവുകളല്ല, നിങ്ങളുടെ കൈകളാണ്. നിങ്ങളുടെ കൈകളാണ്, കൈകളാണ്. കൈകൾ വിളിച്ചു പറയുമ്പോ നിങ്ങളുടെ തുടയലുകൾ സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്താണ് മനുഷ്യൻ ചെയ്ത നന്മകൾ മുഴുവനും, അവൻ ചെയ്ത തിന്മകൾ മുഴുവനും എല്ലാം അവന്റെ കൈകൾ വിളിച്ചു പറയും. വായിക്ക് സീല് വെക്കപ്പെടുമ്പോ തുകല്യമുനായിരിക്കും. നമ്മളോട് ആര് സംസാരിക്കും? കൈകൾ സംസാരിക്കും. സാക്ഷി നിൽക്കും. അവർ പ്രവർത്തിച്ച സർവ്വ നന്മ തിന്മ പ്രവർത്തനങ്ങൾ കൊണ്ട്. ആര് പറയാ? യാസീൻ നമ്മളറിയുന്നില്ല. യാസീൻ പറഞ്ഞു ഓതി അങ്ങ് പോവാൻ. ആ യാസീനുള്ള അർത്ഥം നമ്മളിപ്പോ വെച്ചത്. ഇതൊക്കെ ഓതുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയം പൂർത്തീകരിച്ചിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. 2 മണിക്കൂറായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.